ഈ രാഷ്ട്രീയ കാര്യ നിർണായകമായ സ്വാധീനങ്ങളൊക്കെ തന്നെ പട്ടാളത്തിനുണ്ടെങ്കിലും അവിടെ ചില കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ CDF എന്ന് പറയുന്ന ചുമതലയിലേക്ക് അസിം മുനീറിനെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇന്ന് വരെ പാകിസ്ഥാൻ പുറത്തിറക്കിയിട്ടില്ല. എന്തുകൊണ്ട് പാകിസ്ഥാൻ ആ വിജ്ഞാപനം പുറത്തിറക്കുന്നില്ല? നിലവിൽ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ് ദുർബലമാണ്. പാകിസ്ഥാൻ ആർമിക്കെതിരെ ഒന്നും ചെയ്യാനും കഴിയില്ല. പക്ഷേ ഈ വിജ്ഞാപനം വൈകിപ്പിച്ചുകൊണ്ട് അസിം മുനീറിൻ്റെ നിയമനം നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. ഈ വിവരം പുറത്തു വരുന്നു. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് നിലവിൽ ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയി. അബുദാബിയിലേക്ക് ആദ്യം പോയെന്നും പിന്നീട് അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയെന്നുമാണ് അറിയുന്നത്. അവരുടെ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് പറയുന്നത് CDF ചുമതലയിലേക്ക് അസിം മുനീറിനെ യഥാസമയം വിജ്ഞാപനം ചെയ്യും, അതിൻ്റെ സമയമായിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഇതിനകത്ത് ഒരു അപകടം അസിം മുനീർ കാണുന്നുണ്ട്. കാരണം തനിക്ക് ആ പദവി നൽകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ഷഹബാസ് ഷെരീഫും ഖ്വാജ ആസിഫും ചില തന്ത്രങ്ങൾ നീക്കുന്നുണ്ട്. ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയാ. സ്വാഭാവികമായിട്ടും സൈന്യത്തിൽ ഒരു വിഭാഗത്തിന് ഖ്വാജ ആസിഫിനോട് താല്പര്യമുണ്ട്. അങ്ങനെ അസിം മുനീറിനെ അനുകൂലിക്കുന്ന വിഭാഗം, ഖ്വാജ ആസിഫിനെ അനുകൂലിക്കുന്ന വിഭാഗം എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ പട്ടാളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് അറിയില്ല ഞങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് ആരാണ്, ഞങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.